ആ വന്ന് 5 മിനിറ്റ് ഞാൻ ഇപ്പൊ എത്തി. വിനു, നീ ഇനിയെങ്കും വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കമ്പനിയിലേക്ക് കയറി വരും. മര്യാദക്ക് വാടാ. ഞാൻ എത്തി. ഇനി പറ, എന്താ കാര്യം? വിനു, കാര്യം കുറച്ച് സീരിയസ് ആ. എന്നെങ്കിലും നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നേരെ റിപ്ലൈ തരണം. ആളെ വടിയാക്കണ്ട്. കാര്യം നീ തെളിച്ച് പറ. ഫോൺ വിളിച്ചിട്ട് നമ്മളും പറഞ്ഞിട്ടില്ല. എന്താ മോന്റെ കാര്യം? എടാ, നിനക്കറിയാലോ ഞാൻ മീനുവിനെ കണ്ടിട്ട് തന്നെ കുറെ നാളായി എന്ന്. ആ, കുറെ നാളായല്ലോ. അതിന് എനിക്ക് അവളെ കാണണല്ലോ. നീ എങ്ങനെയെങ്കിലും ഒരു പ്ലാൻ പറഞ്ഞു. അവളെ കാണാൻ എന്തിനു പ്ലാൻ ചെയ്ത്? നേരിട്ടങ്ങ് പോയി കണ്ടാ പോരെ. അതിനെന്തിനാ ഞാൻ ഈ കാര്യം പറയണ നീ എന്നെ വിളിച്ചത്? ചേ അതിനു മുമ്പ് നീ തൂക്കി കയറി വിടക്കില്ല. ഞാൻ കാര്യം തെളിച്ചു പറയട്ടെ. അവളെ അച്ഛൻ ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് വിളിക്കാനും കഴിയുന്നില്ല, അവളെ കാണാനും കഴിയുന്നില്ല. എത്രയായിരുന്നറിയാം അവളെ കണ്ടിട്ട്. അവളെ വീട്ടിൽ പോവാ. ഞാൻ കാണാറേയില്ല. നിങ്ങളെ പിന്നെ നല്ല വിശ്വാസമാണ്. എടാ, 1 മാസം കൂടിയില്ല നിങ്ങളെ മാരേജിന്. അതിനെന്തിനാ ഇപ്പോഴും തിളക്കം പിടിക്കുന്നേ? അപ്പൊ കണ്ടാ പോരെ. മാരേജ് ഉണ്ടെന്ന് വെച്ചാൽ അത് 1 മാസമല്ലേ? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഗേൾഫ്രണ്ടിനെ കാണാതിരിക്കുന്നതിന് എത്ര വിഷമമുണ്ടോന്ന് അറിയോ? അപ്പൊ വീർപ്പ് മുട്ട. എനിക്ക് അവളെ എങ്ങനെയും കാണാം. നീ പറഞ്ഞു താ. കമ്മിറ്റഡിന്റെ രോദനം നിന്റെ അത്. അപ്പൊ സിംഗിളിന്റെതോ? ഞാനിവിടെ ഒരു സിംഗിൾ ആയിരിക്കുമ്പോ നീ അങ്ങ് കമ്മിറ്റഡ് ആയി. എന്തൊക്കെ കാര്യങ്ങളാ പ്രപ്പോസ് ചെയ്ത ഐഡിയ നീ എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ മാത്രമായിട്ട് സിംഗിളായിട്ട് ഒറ്റത്തടിയിട്ട് നിൽക്കുന്നു. നീ അപ്പോഴേക്ക് മാരേജ് വരെ എത്തിക്കളഞ്ഞു. പ്ലീസ് വിനു കുട്ടാ, നീ മുത്തല്ലട പൊന്നല്ലട നീ അല്ലടാ എനിക്ക് നൻപൻ. പ്ലീസ് ഐഡിയ പറഞ്ഞു താ. ഐഡിയോ? അവളെ അച്ഛനോട് പറയണ്ട. അവള് വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് നീ തിരിച്ചു വരണം. എന്തെങ്കിലും വിശ്വാസം അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ട് വാ. എനിക്ക് വേറെ ഐഡിയ ഒന്നും ഇല്ല. ഗേൾ ബ്യൂട്ടി പാർലറിൽ ഞാൻ പോട്ടത്. അവളെ അച്ഛനെ അവിടെ തേര പാര കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പൊ ബോഡി ഗാർഡിനും കാട്ടി കഷ്ടാടാ. ആ മുമ്പിൽ കാണണം നീ. അപ്പൊ നീ ശരിക്കും പെട്ടല്ലേ? ആലോചിക്കട്ടെ, നീ ആലോചിക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ കാണാതിരിക്കില്ല. കിട്ടിപ്പോയി. കിട്ടിയ എന്നതാ ഐഡിയ? സൂക്ഷിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? എടാ, എന്ത് കോലാടാ നീ കെട്ടിച്ചത്? ഇതൊന്നും ശരിയാവത്തൊന്നുമില്ല. ഇതെന്താ? സൂപ്പറാടാ, അടിപൊളി. ഇങ്ങനെയൊക്കെ കാണുമ്പോ എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളാന്നുണ്ട്. നീ അവളെ അടുത്തേക്ക് പോണ്ടടാ, നമുക്ക് പ്രേമിക്കാം. പന്നി കോലം കെട്ടിച്ചിട്ട് അവൻ ചിരിക്കണത് പാങ്ങണ്ടോ? ഇതൊന്നും ശരിയാവത്തില്ല. ரொம்ப അഴകാ ഇருக்கு. എന്നടാ ഈ കോലം? എടാ സൂപ്പർടാ. അതല്ലേ ഞാൻ പറഞ്ഞ എനിക്കൊരു നിന്നെ പ്രേമിക്കാൻ കൊള്ളുന്നുണ്ട്. ഈ വേഷം കണ്ട അവളെ അപ്പം പോലും തിരിച്ചറിയില്ല. ഈ വേഷത്തിൽ നീ അങ്ങ് ചെല്ല്. എന്നിട്ട് ഫേസ് വാഷോ അങ്ങനത്തെ എന്തൊക്കെ ചെയ്തിട്ട് നീ ഇറങ്ങി വാ. ഈ ഉടുപ്പൊക്കെ കയറി കുത്തുന്ന ഇതൊക്കെ എങ്ങനെ പെൺകുട്ടികളോട്? അത് ഹീൽസ് ഇത് എങ്ങനെയാണ് നടക്കല്? അത് വിട്. എന്റെയും ഒരു പ്ലാൻ ഉണ്ട്. നീ അകത്ത് ചെല്ലണം. ഫ്രണ്ടിൽ കൂടെ തന്നെ അവളെ അച്ഛന്റെ മുമ്പിൽ തന്നെ. അയാൾക്ക് ഞാനൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അയാളൊരു പൊട്ടനാ. അത് കഴിഞ്ഞിട്ട് നീ സംസാരിക്കും. ഒരു 20 മിനിറ്റ് വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതിനുശേഷം എന്താവെന്ന് അറിയത്തില്ല. ഞാൻ നിനക്ക് പുറത്തു നിന്ന് നിരീക്ഷിച്ച് എഴുതി തരും. നിന്റെ അവളെ അപ്പൻ അങ്ങനെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നീ അപ്പ കണ്ട പോയി ഓടിക്കോളും. അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. അപ്പന് സംശയം തോന്നി പിന്നെ ആ പാർലറെ പൂട്ടിക്കെട്ടാണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നീ അഭിനയിച്ച് തകർത്താം. ഇതൊക്കെ എന്റെ ആവശ്യമായി പോയി. അവളെ അപ്പനെങ്ങാനും കണ്ടുപിടിക്കുക ഇല്ലായിരിക്കും അല്ലേ? എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്തെങ്കിലും സംശയം നിനക്ക് തോന്നുന്ന നീ സിഗ്നൽ തരാൻ മറക്കല്ലേ. ഞാനപ്പൊ എങ്ങനെങ്കിലും ഓടിക്കോളാം. എന്തായാലും വാ പോവാലോ. ഇനി അവിടെ വെച്ച് എന്തെങ്കിലും നോക്കാം. വാ. ദൈവം എന്തൊരു ചൂട്. അവളെ അച്ഛനല്ലേ? എന്താടാ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നട്ടുച്ച നേരത്ത്? ഇയാളൊരു പൊട്ടൻ തന്നെയേട്ടാ. നീ കയറി പൊക്കോ. ചേച്ചി ഒരു കസ്റ്റമർ കൂടി ഉണ്ടേ. വാ. ഇവനെന്താ ഇവിടെ? ചേച്ചി, ഈ കുട്ടിയുടെ കഴിഞ്ഞപ്പാട് ലച്ചുന്നല്ലേ പേര്? ലച്ചുന്റെ ഫേസ് വാഷ് ആണ്. ആരുമില്ലല്ലോ. നീ എന്താ ഇവിടെ വന്നേക്കണം? അത് എനിക്ക് നിന്നെ കാണാൻ തോന്നി ബേബി. എത്രയായോ നിന്നെ കണ്ടിട്ട്? ഒരിക്കൽ കാണാൻ കൂടി കിട്ടത്തില്ല. നിന്റെ അച്ഛൻ കാരണം എനിക്ക് ഈ വേഷം കിട്ടേണ്ടി വന്നു. എന്തൊരു കഷ്ടം. ഈ വേഷം എങ്ങനെ കിട്ടി? ആരെ? വിനുവിന്റെ ഐഡിയ ആണ് എനിക്ക് തോന്നി. പിന്നെ നിന്നെ കാണാൻ ഇങ്ങനത്തെ കോലം കിട്ടണമെന്ന് വെച്ചാൽ എന്തൊരു കഷ്ടം. എന്തായാലും എനിക്ക് ഫേസ് വാഷ് ആക്കിത്താ വേഗം. നീ കൂടുതലാണ് കളിയാക്കി ചിരിക്കല്ലേ? എന്താ എന്നെ കാണാൻ ഭംഗിയില്ലേ? പിന്നെ ഐശ്വര്യ റായ് മാറി നിൽക്കേ. അല്ല, അച്ഛൻ കണ്ടില്ലേ നിന്നെ? നിന്റെ മേക്ക് ഓവർ കണ്ടില്ലേ? നിന്റെ അച്ഛൻ പിടിയൊന്നും കിട്ടിയിട്ടില്ലെന്ന്. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് മുമ്പിലെ കൂടി നടന്നിട്ട് വന്നത്. അങ്ങേരെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ കൂടുതൽ അങ്ങ് പറയല്ലേ. എന്റെ അച്ഛനത് അത് നീ ഓർക്കണം. എന്നെ വിടുക്കൊണ്ടതൊക്കെ മതി. നീ വേഗം ഇറങ്ങി പോകാൻ നോക്കി. ഇത് പ്രശ്നം വലുതായെങ്കിൽ പിന്നെ നമ്മളെ കല്യാണം കൂടി നടക്കത്തില്ല. ചേച്ചി അവിടെ എന്തെടുക്കാ? വേഗം വാ. ലാസ്റ്റ് ക്രീമും തേച്ചു എന്നെ ഇവിടുന്ന് പൊക്കം. കൂടുതൽ എവിടെ നിൽക്കണ്ട, ഡൗട്ട് അടിക്കും. അങ്കള് കൊടുത്തു വെച്ച ഫുഡ് ഇതെവിടെ വെച്ചിട്ടുണ്ടേ? ഞാൻ പോണില്ല. ഇതേത് സുന്ദരി? മീനോ, ആദ്യം അച്ഛനോട് റെസ്റ്റ് എടുക്കാൻ പറ. നീ ഏടെ നോക്കിക്കൊണ്ടിരിക്കുക? നീ പോണില്ലേ? പോകണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ മീനോ ഇനി വന്നേ. എന്താടാ? എനിക്ക് വേറെ കസ്റ്റമർ ഒക്കെ ഉണ്ട്. നീ കാര്യം
ആദ്യമായിട്ടാണ് നീ എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങിയത് ഉപകാരം ചെയ്ത്. ഇടി ആ കൊച്ചാരാ നീ ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ട്? ഏത് കൊച്ച്? ഇവിടെ വരുന്ന കസ്റ്റമറിന്റെ പേരൊന്നും ഞാൻ അധികം ഒന്നും ഓർത്ത് വെക്കാറില്ല. ഏതാണെന്ന് നീ തെളിച്ച് പറ. ഇപ്പൊ ചെയ്തേ, ഇപ്പൊ പോകാനിറങ്ങിയൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, നല്ല മുടിയൊക്കെ കഴിച്ചിട്ട് നല്ല കണ്ണൊക്കെ ചെയ്തേ, ആ കുട്ടിയുടെ പേരെന്താന്ന്? ചേച്ചി ഇപ്പൊ ഇറങ്ങിപ്പോയ ലച്ചുവിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ലച്ചു. വൗ, സ്വീറ്റ് നെയിം. എവിടെയാ കുട്ടി? ലച്ചു? ലച്ചു നിനക്കെന്താടി ഒരു ഞെട്ടില്? എന്തായാലും കണ്ടപ്പോഴേ എനിക്ക് ക്രഷ് അടിച്ചു. ഞാൻ ഉറപ്പായിട്ട് വീച്ചായിട്ട് അടി മണിക്കും. എവിടെയാ കുട്ടി? പോയിട്ടില്ലല്ലോ. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. എന്തായാലും നീ ഇവിടെ കേക്ക്. ഹേ ലച്ചു, ഞാനിവിടെ അന്വേഷിച്ചപ്പോ ലച്ചു എന്നാ പേരെന്ന് മനസ്സിലായിട്ടോ. തന്നെ കണ്ടപ്പോഴേ സത്യം പറയാലോ ക്രഷ് അടിച്ചു പോയി. അത്രക്ക് ലുക്കിങ്. എന്താ ലച്ചു ഒന്നും മിണ്ടാത്ത? സൈലന്റ് പേഴ്സൺ ആണോ? ഇൻട്രോവേർട്ട് ആണോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഒരു ഇൻട്രോവേർട്ട് ആണ്. പക്ഷേ കുട്ടി കാണും പഞ്ചാര ഇവനേതുണ്ട കോഴി, ഇവനെന്നാ വെറുതെ വിടുന്നത്. കുട്ടി പേടിക്കുന്നു വേണ്ട, ഞാൻ അത്രക്കാരനൊന്നല്ല. ബട്ട് മിണ്ടിപ്പിക്കും ഞാൻ കുട്ടിയെ. ഓമയൊന്നല്ലല്ലോ, അപ്പൊ മിണ്ടു. ലച്ചു മിണ്ടു പ്ലീസ്. അയ്യോ ചേട്ടാ ഒന്ന് മാറി നിൽക്കുമോ പ്ലീസ്? എനിക്കൊന്ന് പോകണമായിരുന്നു. വീട്ടിൽ അന്വേഷിക്കും. ഹേ കുട്ടി, കുട്ടിയെ കാണുന്ന പോലെ സ്വീറ്റ് വോയിസ്, എന്ത് രസാ. കുട്ടി അത്ര പെട്ടെന്ന് പോയ. അല്ല ലച്ചോട് എനിക്കൊരു കാര്യം പറയാം. എന്താ കാര്യം പറയാനുള്ളത്? വേഗം ഒന്ന് പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. ആദ്യം പോയിട്ട് എന്താണാവോ കാണിക്കുന്നത്? പോയിട്ട് എനിക്ക് ലച്ചുവിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ക്രഷ് അടിച്ചു ലുക്കായാലും വോയിസ് ആയാലും. അതുകൊണ്ട് എനിക്ക് ഈ ലച്ചുവിനെ മാരേജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നീ എന്തിനാണ് ചിരിക്കുന്നേ? ചിരിയുടെ അർത്ഥം മനസ്സിലായി. ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത് കൊണ്ടല്ലേ? അതെ അതെ, നിങ്ങളെ സൂപ്പർ ജോഡികളാ, പെർഫെക്റ്റ്. എവിടെ നിന്റെ കോളീഗ്സ് ഒന്നും ഇല്ലല്ലോ. നീ പോയപ്പോൾ എനിക്ക് ലച്ചുവിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട് അല്ലേ ലച്ചു? ആയിക്കോട്ടെ, പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. ഹാപ്പി മാരീഡ് ലൈഫ്. മീനെ പോലെ അവളും ചോദിച്ചു, ഈ മീന എവിടെ പോയി? ഈ കോയിലെടുത്ത് ഞാൻ എന്തി? എന്റെ സ്വഭാവം മാറിയേ തീരൂ. മീന് പോയി. അപ്പൊ ലച്ചു നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പോയാ പോയി. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. നീ ഏതാ? നീ ആരാ? അത് ശരി, അപ്പൊ അറിയാത്ത പെൺകുട്ടികളോടും മിണ്ടാലേ. അപ്പൊ ലച്ചു എടുത്തു മര്യാദ പറഞ്ഞു. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. നീ വല്ല ഗുണ്ടായിസം കാണിക്കാനാണ് പരിപാടി. നീ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ ഞാൻ പിങ്ക് ബെൽറ്റാ. ഗുണ്ടായിസോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു തൊട്ട് മതി. നീ അങ്ങ് പറന്നു പോ. കൊല്ലാനോ? ആര് കൊല്ലാൻ? എന്തായാലും എന്തെങ്കിലും ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് മുന്നറിയിപ്പ് തരാൻ വന്നത്. അവനൊന്നും ചെയ്യല്ലേ. അച്ഛൻ്റെ നല്ല വഴക്ക് കിട്ടും. തല്ലാൻ വേണ്ടിട്ട് ഞാൻ വിജയും മറ്റേ സൂര്യൊന്നും അല്ല. തമിഴ് പടങ്ങളിൽ ഡയലോഗ് അടിക്കാൻ വരല്ലേ. കൊല്ലാൻ പറ്റും, തല്ലാൻ പോലും അറിയില്ല. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ ഉണ്ട്. മീനു ഇതാരാ? നിനക്ക് അങ്ങനെ ഇവരൊക്കെ പരിചയം? നീ ഇടണ്ടല്ലേ. അപ്പൊ ബൈ ദ ബൈ, ഞാൻ നിന്നോട് പറയാൻ വന്നത് ദേ, ഇനി വല്ല പെമ്പിള്ളാരോട് പഞ്ചാരടിക്കാൻ പോയതേ. എന്റെ ഒരു സ്വഭാവം ഉണ്ട്, അത് നീ ശരിക്കും കാണും മോനെ. ഇനി നീ ഇങ്ങോട്ട് വരണമെന്നില്ല. ഫുഡൊക്കെ കൊണ്ടുകൊടുക്കാൻ ഞാൻ വരും. ഇനി നീ പഞ്ചായത്ത് കൊണ്ടുവരുന്നത് കേട്ടോടാ. അയ്യോ അത് പറ്റില്ല, അങ്കിൾ എന്നെ കൊല്ലും. അല്ല ഇതൊക്കെ പറയാൻ താനാരാടോ? മീനു ഇതാണോ നിന്റെ അച്ഛന്റെ ഏട്ടന്റെ മോൻ ആദി? ഇവനായിട്ട് നിനക്ക് ആദ്യം കല്യാണം ഉറപ്പിച്ചേ? നല്ല ബെസ്റ്റ് ആളാ. നിന്റെ അച്ഛനൊന്നും ഒരു സെലക്ഷൻ അല്ലേ. ഈ കാട്ടുകോയിനെ ആർക്കും കെട്ടിച്ചു കൊടുക്കും. അവന്റെ ഒരു പഞ്ചര, അവന്റെ ഒരു സീക്രട്ട് സംഭാഷണം. എനിക്കുമായിട്ട് ആ കല്യാണം ഉറപ്പിച്ച. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഏതോ ഒരു അലവലാതി വന്ന് കല്യാണം ഉറപ്പിച്ച് നിശ്ചയം കഴിച്ചിട്ട് പോയി. അതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ പറയാൻ താനാരാ? തനിക്ക് എന്ത് അവകാശം ഇവളുടെ ഇല്ലത്? കുറെ നേരായി പെൺവേഷം കെട്ടി പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. നീ ആദ്യം പറഞ്ഞ അലവലാതില്ലേ, അത് ഞാനാടാ. എന്റെ പേരില്ലേ. ഇവളുടെ ഭാവി ഹസ്ബൻഡായിട്ട് വരും. അപ്പൊ നിനക്ക് ഇത്രയൊക്കെ നാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ പെൺകുട്ടികളെയും കണ്ടാ നീ പഞ്ചാരടിക്കോ? ഇനി മേലെ ഈ വക്കത്ത് നീ വന്നു പോയിട്ട് പഞ്ചാരടിക്കാൻ അങ്ങനെ സോറി ആളറിയാണ്ട് പറഞ്ഞു പോയത്. നിങ്ങളുടെ ആടല്ലേ ഇവളുടെ ഭാവി ഹസ്ബൻഡ്? അല്ല നിങ്ങൾ എന്താ പെൺവേഷം കെട്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? എന്തോ ചുറ്റത്തേര് ഉണ്ടല്ലോ. എന്താ സംഭവം? നീ എന്റെ പെണ്ണിന്റെ പുറകെ നടന്നിട്ടുണ്ടല്ലോടാ. ഇനി മേലെ നടന്നിട്ടല്ല മുട്ടാല് തല്ലുപിടിക്കും കേട്ടോടാ. സംഭവം പറയാൻ എനിക്ക് ഒരു തീരുമാനം. അവകാശ തീരുമാനം എന്നോട് പറയാൻ പറ്റുമോ? പണിപ്പാളി. അയ്യോ അച്ഛനെന്താ ഇവിടെ? എപ്പ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. അല്ല എന്റെ ഭാവി മരുമോൻ എന്താ ഇവിടെ? അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. വീട് പോയിട്ട് സംസാരിക്കാ. മീനു നിക്ക്. എനിക്ക് വഴി വിളിച്ച് നിൽക്കാൻ ഇന്നത്തോടു കൂടി തൃപ്തി. അങ്കിൾ എനിക്ക് ഇവിടെ കാണാണ്ട് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. സത്യം പറയാലോ.
കഴിഞ്ഞ പിന്നെ ഇവളെ കണ്ടിട്ട് കൂടിയില്ല, ഫോൺ വിളിച്ചെടുക്കത്തില്ല. അങ്കൾ ഇങ്ങനെ കാണിക്കരുത് അങ്കൾ, എനിക്ക് ഇവളെ കാണാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, വീർപ്പ് മുട്ടോ, എനിക്ക് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് അങ്കൾ ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. എന്നിട്ടും ഇന്നത്തോടുകൂടി എനിക്ക് തൃപ്തിയായി എല്ലാം. എനിക്ക് ഇവൾക്ക് എന്നെയും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല അങ്കൾ. പ്ലീസ് ഇങ്ങനെ ബോഡി ഗാർഡ് ആവല്ലേ. എനിക്ക് ഇവളെ കാണാനും വിളിക്കാനും തോന്നുമ്പോ ഞാൻ എന്താ ചെയ്യും അങ്കൾ? അല്ല അപ്പൊ വിനു എവിടെ? ആര് വിനു? അവനെന്നെ കണ്ടപ്പോഴേ മുങ്ങി. പിന്നെ അവൾക്ക് ഞാൻ ഫോണൊക്കെ കൊടുക്കാം, നിങ്ങൾ വിളിച്ചോ. പക്ഷേ കാണലും മിണ്ടലും തൊടലൊക്കെ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. സംസാരിച്ചോ? രണ്ട് വിനു മുങ്ങിയല്ലേ നണ്ട്. ആ ശരി അങ്കിൾ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓ താങ്ക് യു അച്ഛൻ, എന്റെ മുത്താണ്. എന്റെ ഫോൺ താ. തേരാമീനു വെയിറ്റ് കരുവോ? നിങ്ങളുടെ പ്ലാനൊക്കെ സൂപ്പർ ആയിരുന്നു, പക്ഷെ എവിടെയോ പാളിച്ച പറ്റിപ്പോയി. എന്തായാലും എന്റെ ഭാവി മരുമോനെ വീട്ടിലേക്ക് വാ.